ഇനി ആ പിണ്ടടുത്ത് ഇതിൽ വെക്കുക. പിണ്ടം കരിഷ്യാമി. ഓം മാർജജന്താം പിതാമഹ സർവശ്യാം തേ സർവചതുർദേ സർവമേവ തേന ആപ്നോതി സർവം ജയന്തേ. മാതൃദേവതാഭ്യോ നമഃ പിതൃദേവതാഭ്യോ നമഃ. സ്വാമി, ഇന്ന് വേറെ ആരെങ്കിലും തർപ്പണം ചെയ്തിരുന്നോ? ഇല്ല കുഞ്ഞ്, ആരും വന്നിട്ടില്ല. നക്ഷത്രം അങ്ങോട്ട് പറഞ്ഞോളാ. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാരന്റെ പേര് അങ്ങോട്ട് പറഞ്ഞോളാ. രാമചന്ദ്രൻ. രാമചന്ദ്രൻ രാമദേയസ്യ മമ പിതൃദേവതാഭ്യോ നമഃ. ഇന്ദ്രം സർവയാമേ സുഖം സർവജാമേ ചാന്ദം സർവയാമേ വേദം സർവജ്ഞാമേ. ഇന്ദ്രം സർവയാമേ സുഖം സർവജാമേ. രാമചന്ദ്രൻ. നക്ഷത്രം പറയാ. അനിഴം നക്ഷത്രം. എന്താ പേര് പറഞ്ഞ? രാമചന്ദ്രൻ. രാമചന്ദ്രനോ? ഇതേ പേരില് ഇതേ നക്ഷത്രത്തിലെ ഇപ്പൊ തന്നെയല്ലേ ഒരു പ്രായമുള്ള ഒരാളും ഒരു പെങ്കുച്ചും കൂടിയിട്ട് ബലിതർപ്പണം നടത്തിയിട്ട് പോയത്? ഇതേ പേരിൽ ഇതേ നക്ഷത്രത്തിലോ? അതേലോ. എവിടെയാ അവര്? ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടായിരുന്നേ. ലൈബ്രറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരില്ലെന്നുള്ള ഓർമ്മ എന്നെ നൽകിക്കൊണ്ടിരിക്കും. ഏയ് ആദി, നീ എന്താ ഇവിടെ? അമ്മാവാ,
ചിറ്റപ്പ, എന്റെ ജീവനല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. മഴ തോരും തോന്നില്ല, നമുക്ക് പോവാൻ മതി. ഒരു ദിവസം വീട്ടിലേക്ക് വരണം കേട്ടോ. പോയിട്ട് വരട്ടെ ആദി. അവരെ കുറിച്ച് അറിയാവുന്ന വണ്ടി കയറണം. ചേട്ടാ, ഞാൻ റോബർട്ടാ സംസാരിക്കുന്നത്. എത്ര കാലായിട നിന്നെ കണ്ടിട്ട്. വാ, വേഗം വാടാ. എനിക്ക് അവനെ തീർക്കണം. അത് നീ ഇങ്ങോട്ട് പോ. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വന്നിട്ട് ഞാൻ എന്തുണ്ടാക്കണമെന്ന് ചേട്ടൻ പറഞ്ഞു വരുന്നേ. ചേട്ടാ, ചേട്ടനോട് എതിർത്തവനെ തട്ടാതെ ഞാൻ അങ്ങോട്ട് വരണമെന്നോ? നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ ദ്രോഹിച്ചവനെ എന്തിനാ ചേട്ടാ വെറുതെ വിട്ടത്? ഏയ്, എന്റെ മുൻപിൽ വെച്ച് നിന്നെ കൊല്ലുമെന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഞാൻ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ ചേട്ടാ. അതിന് ശേഷം ഞാൻ ചേട്ടനെ കണ്ടോളാം. വെക്ക് 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 വെക്ക്. അവനെവിടെ? നിന്നോടാണോ ചോദിച്ചത്? പറയടാ. അച്ഛാ, എന്റെ ഫാമിലിയിൽ ഇനിയും 2 പേര് ജീവനോടെ ഉണ്ട് അച്ഛാ. നേരാണോ മോനെ? ഇല്ല അച്ഛാ, മരണമോ ജീവിതമോ അതെന്റെ കൂടെ തന്നെ തീരണം. ഞാൻ കാരണം അവർക്കൊന്നും സംഭവിക്കരുത് അച്ഛാ. മോനെ ആദി, നീ മരിച്ചിട്ടില്ലെന്ന് അവരോട് പറഞ്ഞേക്ക്. നീ ജീവനോടുണ്ടെന്നറിഞ്ഞ അവര് സന്തോഷിക്കും. പോടാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യേ. പോടാ. കൊള്ളാം 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 കൊള്ളാവല്ലോടാ. ഇതാണ് കണ്ണ്, ഇത് കാത്, ഇത് അങ്ങോട്ട് തിരിഞ്ഞിക്കടാ. ഇങ്ങനെ അറേബ്യൻ കുതിരയെ പോലെ ഇരുന്ന ആരാ നിന്നെ പ്രേമിക്കാത്തത്? എന്നാലേ അവൻ നിന്നെ സൈറ്റ് അടിക്കുന്നതോടെ നിർത്തിക്കോണം കേട്ടോടി. വാശി കാണിക്കാൻ പാടില്ല. എന്താ മോളെ? അമ്മാവനോ? അതാരാ? എടാ നീ, നിങ്ങൾ 3 പേരേ ഉള്ളോ അതോ മുഴുവൻ പേരും ജീവിച്ചിരിപ്പുണ്ടോ? 3 പേരോ? അവൻ എവിടെയാടാ? ആര്? അബ്ദുള്ളയെയും സദയും കൊന്നിട്ട് എന്നെയും കൊല്ലുവെന്ന് മുദ്രാവാക്യം പിടിച്ച നിന്റെ ചേട്ടന്റെ മകൻ. എന്ത്? എന്റെ ചേട്ടന്റെ മോൻ ജീവനോടെ ഉണ്ടെന്നോ? ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ കുടുംബത്തിൽ ആരോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവൻ ജീവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയില്ലല്ലേ? അപ്പോ കുടുംബം ഡൽഹിയില്. ഞാൻ അവന്റെ ലവ് സെന്റിമെന്റ് ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കിയതാ. എന്നാൽ അവന്റെ കുടുംബത്തെ കുറിച്ച് മുഴുവൻ വിവരം കിട്ടിയല്ലോ. അഞ്ജലി, നീ എന്തായി കാണിക്കുന്നത്? നടക്ക്. പോ മാവാ. ഇല്ല, നീ രക്ഷപ്പെട്ടോ മോളെ. പൊയ്ക്കോ, എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നീ പൊയ്ക്കോ, രക്ഷപ്പെടും മോളെ. എവിടാടാ അവൻ? അറിയില്ല. അവൻ എവിടാന്ന് പറയടാ. ഇല്ലടാ, പറയില്ല.
ചേട്ടാ ചേട്ടാ ഇവരാ ചേട്ടാ ആദി. എടാ ഞാൻ പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകും. ആദി ചിറ്റപ്പാ. മുദ്രാവാക്യം വിളിക്കുമല്ലടാ, അത് എന്നോടല്ലേ? ആർഡിഎക്സിന്റെ അനിയൻ ആരാന്ന് മനസ്സിലായോ? ഇതിലുള്ള 6 ബുള്ളറ്റ് 3 നിനക്ക് 3 ഇവനുമായിരുന്നു. പക്ഷെ നിന്നെ എന്താ ഷൂട്ട് ചെയ്യാത്തെന്നറിയോ? എന്റെ ചേട്ടന്റെ മുമ്പിൽ വെച്ച് എന്നെ തട്ടൂന്ന് പറഞ്ഞില്ലേ? ആ അതിനു വേണ്ടിയാ ഇപ്പൊ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ചിറ്റപ്പനെ കുരുവിയെ ഷൂട്ട് ചെയ്യുന്നല്ലേ ചെയ്തില്ലേ? വാടാ, പറ്റുമെങ്കിൽ ചേട്ടന് മുമ്പ് വെച്ച് എന്നെ നീ തട്ട്. ആണാണെങ്കിൽ വാടാ, വന്ന് തട്ടടാ. ചിറ്റപ്പ, ആദിയാ ചിറ്റപ്പ, ആദി കണ്ടു മോനെ, ഞാൻ നിന്നെ കണ്ടു. കാണാൻ പറ്റില്ലെന്നോർത്ത് പേടിച്ചിരിക്കുന്നു. ചിറ്റപ്പ, ചിറ്റപ്പൻ ഒന്നുമില്ല ചിറ്റപ്പ, ഒന്നുമില്ല. ഉണ്ട്, നിനക്ക് വേണ്ടി ഒന്ന് ജീവനോടെ ഉണ്ട്. അഞ്ജലി ഇപ്പൊ അവന്റെ പിടിയില. അവളെ രക്ഷിക്കേ, 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 രക്ഷിക്കാൻ രക്ഷിക്കേ, രക്ഷിക്കേ. ആദ്യം